ഈജിപ്തിന്റെ ഗ്രേറ്റ് പിരമിഡ്സിന്റെ തൊട്ടടുത്ത് തന്നെ വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഒസൈറിയോൺ എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇത്. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇത് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടെന്നേ ആർക്കും മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് അറിയോ, അത് ശരിക്കും കൺസീൽഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്, അതായത് കുഴിച്ചിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് ഇത്ര ജൈഗാന്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ബെറി ചെയ്ത് കളയാനുള്ള കാരണം? പുറം ലോകം കാണാൻ പാടില്ലാത്ത എന്തോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അവർ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ? നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ ഒരു സ്ട്രക്ചറിന്റെ പേര് സവ്യറ്റ് എൽ അരിയൻ എന്നാണ്. അതായത് ഗിസ പ്ലാറ്റോന്ന് കുറച്ച് അപ്പുറത്താണ് ഈ ഒരു സ്ട്രക്ചർ നിലനിൽക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഈ ഒരു സ്ട്രക്ചർ ശരിക്കും കുഴിച്ചിട്ട ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 1905 ഒരു ഈജിപ്റ്റോളജിസ്റ്റും ഇറ്റാലിയൻ ആർക്കിടെക്റ്റും ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നതും അതിനുശേഷം അദ്ദേഹത്തിന്റെ പൈസ ഉപയോഗിച്ചിട്ട് ഇതിന്റെ അകത്ത് എടുക്കുന്ന മണ്ണും കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ഇത് ഈജിപ്തിൽ കണ്ടുവരുന്ന മറ്റുള്ള സ്ട്രക്ചർ പോലെയല്ല, ഒരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തുള്ള മണ്ണൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള വലിപ്പം ഈ ലോകത്തിന് മനസ്സിലായത്. ഒരു ടി ഷേപ്പിലാണ് ഈ ഒരു സ്ട്രക്ചർ നിൽക്കുന്നത്. അത് ഈ സ്ട്രക്ചറിന്റെ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം 100 അടിയോളം താഴെയാണ്. ഈ സ്ട്രക്ചറിന്റെ നീളവും വീതിയും ഏകദേശം 650 അടിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പൊ അറിയാവുന്ന ഇൻഫർമേഷൻ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ടീം ഇതിന്റെ അകത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടപ്പോഴാണ് ഇവിടെ മണ്ണ് മാത്രമല്ല അതിന്റെ അകത്ത് വലിയ വലിയ ലൈംസ്റ്റോണിന്റെ കട്ടകൾ ഇങ്ങനെ വെതർ ഇട്ടേക്കുന്നതായിട്ട് അദ്ദേഹം കണ്ട. ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ കണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തോ ഒരു സംഭവം അവർ ഒളിക്കുന്നുണ്ട്, അത് ഒരിക്കലും പുറം ലോകം ആരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് ഇദ്ദേഹം ഈ ഒരു ലൈംസ്റ്റോൺ അങ്ങനെയുള്ള കച്ചറകളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ആ ഒരു നിമിഷത്തിലാണ് മോഡേൺ ഡേയിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചറിനെ പറ്റിയിട്ട് പുറം ലോകമൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 100 അടിയോളം താഴ്ചയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിൽക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസ് പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിന്റെ പിക്ചറൊക്കെ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചു തരാം. ഈജിപ്തിൽ കണ്ടുവരുന്ന മറ്റുള്ള സ്ട്രക്ചേഴ്സ് പോലെ അല്ല ഇത്. ഇതിന്റെ ആർക്കിടെക്ചറൽ പ്രിസിഷൻ ആണ് ശരിക്കും ഇപ്പോഴും ആൾക്കാരെ ഞെട്ടിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതിന്റെ ആ ഒരു ഏറ്റവും ഹൈറ്റ് ഉള്ള ഒരു ഭിത്തിയില്ലേ, ആ ഭിത്തിയുടെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് 90 ഡിഗ്രി നമുക്ക് കിട്ടും. അതും ഈ ഒരു സ്ട്രക്ചർ എക്സാമിൻ ചെയ്യുമ്പോൾ ഏകദേശം 4700-5000 വർഷങ്ങൾക്ക് മുന്നേ പണി തീർത്ത ഒരു സംഭവം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതും ഇത് പണി തീർക്കാൻ ഉപയോഗിച്ചത് മറ്റുള്ള ഈജിപ്ഷ്യൻ സ്ട്രക്ചേഴ്സ് പോലെ വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള ലൈം സ്റ്റോൺസിന്റെ ബ്ലോക്കും അതിൽ വളരെയധികം കട്ടി കൂടിയ ഗ്രാനൈറ്റ്സിന്റെ ബ്ലോക്കും കൂടി കൂട്ടിയിട്ടാണ്. ഗ്രാനൈറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹാർഡ്നെസ് സ്കെയിലിൽ ഏകദേശം 7 to 8 വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അത്രയ്ക്ക് കട്ടിയുള്ള ഒരു സംഭവമാണ് ശരിക്കും ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിക്കില്ല, കാരണം നമുക്ക് എല്ലോറ കേവ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇവിടുത്തെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഗ്രാനൈറ്റ് വളരെ പ്രിസൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ അകത്തോടത്തിരിക്കുന്ന എല്ലാ ആംഗിൾസ് പെർഫെക്റ്റ് ആണ്. ഇതിപ്പോ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇവർ വളരെ പ്രിസിഷനോടെ കട്ട് ചെയ്തെങ്കിൽ പോട്ടെ നോക്കാം. പക്ഷെ ഇത് വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും കൂടിയാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു ദുരൂഹത എന്താ വെച്ചാൽ ഇവിടെ നടുക്ക് തന്നെ ഒരു പിറ്റ് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ജൈഗാന്റിക് ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റിന്റെ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ ഗ്രാനൈറ്റിന്റെ ബ്ലോക്കിനെ കാർവ് ചെയ്ത് തുറന്നിട്ടാണ് ഒരു വെസല് പോലത്തെ ഒരു സംഭവം ശരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിന്റെ മോൾ ഭാഗത്താണെങ്കിൽ ഒരു സർക്കുലർ റിംഗ് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതായത് എന്തൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ടാണ് ശരിക്കും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ എന്തിനോ വേണ്ടിയിട്ടെന്ന് പറയാൻ കാരണം ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഒരൊറ്റ ഹൈറോഗ്ലിഫ്സ് പോലും കാണാൻ കഴിയില്ല. ഗിസയിലത്തെ ഗ്രേറ്റ് പിരമിഡ് പോലെ തന്നെ ഇതിന്റെ പേർപ്പസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇതൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പിരമിഡ് പ്രൊജക്ട് ആയിരുന്നു എന്നാണ്. അതായത് പിരമിഡിന്റെ അടിഭാഗമാണ് ശരിക്കും അവർ പണിതുകൊണ്ടിരുന്നത്. മുകളിലേക്ക് പണിയാനുണ്ടായിരുന്നു, അതിന്റെ താഴെയുള്ള ബേസ്മെന്റ് മാത്രമാണ് ഇതെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പ്രൂഫും ഇല്ല. കാരണം എന്താണ്, നമുക്ക് അതിനെ പറ്റിയിട്ട് ഇപ്പോൾ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്ഥലം ഡിസ്കവർ ചെയ്തതും ഇത് എക്സ്പ്ലോർ ചെയ്തതും ഒരു ആർക്കിടെക്റ്റും കൂടി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഒരിക്കലും ഇത്രയും പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള സംഭവം ഒരിക്കലും പണിയാൻ പറ്റില്ല. പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആംഗിളിൽ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള ജൈഗാന്റിക് സ്ട്രക്ചേഴ്സ്, അതും ഈ സ്ട്രക്ചറിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. മോഡേൺ ആയിട്ട് നമുക്ക് ഇപ്പൊ പോലും നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയൊരു സംഭവമാണ്. അതും ഈ സ്ട്രക്ചറിന്റെ എൻട്രൻസ് ചെയ്ത് നമ്മൾ സ്റ്റെയർ കേസ് വഴി ഇങ്ങനെ ഇറങ്ങി ഇതിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തില്ല. അതായത് 100 അടിയോളം താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് പിങ്ക് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. പിങ്ക് ഗ്രാനൈറ്റ്സ് എക്സെപ്ഷണലി ഹാർഡ് ആയിട്ടുള്ള റോക്സ് ആണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഈജിപ്ഷ്യൻസ് കോപ്പർ ടൂൾസ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. കോപ്പർ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ കോപ്പർ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത്ര സ്മൂത്ത് ആയിട്ടുള്ളതും ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഇത്രയും ജൈഗാന്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെ നോക്കി നോക്ക്,
ഇത്രയും വലിയൊരു സ്ട്രക്ചർ അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ലോകത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ ഹാർഡ് ആയിട്ടുള്ള നാച്ചുറൽ ഫോർമേഷൻസ് ഉപയോഗിച്ചിട്ടാണ്, അതായത് ഗ്രാനൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അതും വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടും ആ കാലത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർക്ക് ഇങ്ങനെയുള്ള സംഭവം പണി തീർക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2025 പോലും ഏതൊരു ആർക്കിടെക്റ്റിനും ഇത്രയും വലിപ്പമുള്ള ഇത്രയും ജൈഗാന്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ പണി തീർക്കാൻ വളരെയധികം കഷ്ടപ്പാടുണ്ടെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ മോഡേൺ ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പാടാത്ത എന്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏൻഷ്യൻ സിവിലൈസേഷന്റെ റെമിനിസൻസ് ആണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. അത് നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് ആർക്കും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും സാഡ് റിയാലിറ്റി. പിന്നെ വേറൊരു ഡീറ്റെയിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെസൽ പോലത്തെ ഒരു സംഭവം ഇല്ലേ, അതിന്റെ സർഫസ് ഗ്രാനൈറ്റ് ശരിക്കും പോളിഷ്ഡ് ആണ്. അതായത് കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പോളിഷ് ആണ് ശരിക്കും അതിനകത്തുള്ളത്. അതും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഇവർക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നാണ് ശരിക്കും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇതൊക്കെ പണിയാൻ വേണ്ടിയിട്ടുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ എത്തിച്ചു, അത് വേറൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി ഞാൻ ഇവിടെ നോക്കുന്നില്ല. ഈ സ്ട്രക്ചറിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിന്റെ ആ ഒരു ബേസ്മെന്റ് ഇല്ലേ, അതായത് താഴെ കാണുന്ന ഒരു സംഭവം ഇല്ലേ, അത് ശരിക്കും ബെഡ് റോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇത് വേറെ ഇടത്തും കൊണ്ടുവന്നല്ല, ഇത് ശരിക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ വേറൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ ഒരു സംഭവമൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വളരെയധികം ഇടിമിന്നലോടെ മഴ പെയ്തത്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് വെള്ളം നിറഞ്ഞു. അതായത് ഏകദേശം 10 അടിയോളം വെള്ളം പൊങ്ങിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വെള്ളം വളരെ ഡ്രമാറ്റിക്കലി എവിടേക്കോ ഒഴുകിപ്പോയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇതിന്റെ അർത്ഥം ഈ ഒരു ബേസ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എൻട്രൻസ് മാത്രമാണ്. അതായത് എന്തൊരു സബ്ടെറേനിയൻ വേൾഡിലേക്കുള്ള ഒരു എൻട്രൻസ് ആണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. സബ്ടെറേനിയൻ വേൾഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു മാസീവ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റിയോ അല്ലെങ്കിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് ചേംബേഴ്സ് റൂംസ് ഒക്കെയാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് ചേംബേഴ്സിന്റെ കാര്യം പറയുമ്പോഴാണ് ഗിസയിലത്തെ ഗ്രേറ്റ് പിരമിഡ്സിലും ഇതേപോലെ അണ്ടർഗ്രൗണ്ട് അതായത് സബ്ടെറേനിയൻ ചേംബേഴ്സ് ഒക്കെ കണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഗ്രേറ്റ് പിരമിഡ് ഈ ഒരു സ്ട്രക്ചർ വളരെ അടുത്തെടുക്കുന്ന ഒരു സ്ട്രക്ചർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും തമ്മിൽ എന്തെങ്കിലും ഒരു സബ്ടെറേനിയൻ കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിന്റെ ചോദ്യങ്ങളാണ്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇത്രയും പ്രിസിഷനോടെ അവർക്ക് ഇത് പണിയാൻ പറ്റും? ഒന്നാമത്തെ ചോദ്യം. എങ്ങനെയാണ് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കോപ്പർ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇവർക്ക് ഇത്ര പ്രിസിഷൻ ആയിട്ടുള്ള കട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതും ഇത്ര ഹാർഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയതും കണ്ണാടി പോലെ പോളിഷ് ചെയ്യാൻ പറ്റിയതും ആ പോളിഷ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? അത് രണ്ടാമത്തെ ചോദ്യം. ഇദ്ദേഹം വിശ്വസിക്കുന്ന പോലെ ഒരു സബ്ടെറേനിയൻ ചേംബേഴ്സ് ഒക്കെ ശരിക്കും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ പർപ്പസ് എന്താണ്? ഗിസയിലത്തെ ഗ്രേറ്റ് പിരമിഡ് എടുത്തു നോക്കുകയാണെങ്കിലും അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ ചേംബേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ചേംബേഴ്സിന്റെ ഭിത്തിയുടെ ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കെമിക്കൽ കോമ്പോസിഷൻ നമുക്ക് കാണാൻ കഴിയും. അതും ഡിഫറെന്റ് ആയിട്ടുള്ള കെമിക്കൽസ് പല ചേംബേഴ്സിലായിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയാണ് താഴെ എഴുതി കാണിക്കാം. അപ്പോൾ ഇതും വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു റിയാക്ഷൻ അവിടെ സംഭവിക്കും. അതിന്റെ റിസൾട്ടിനാണ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കുറച്ചാൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കയറി കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഹൈഡ്രജൻ എന്തിനാണ് അവർക്ക് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. പക്ഷേ ഗിസയിലത്തെ പിരമിഡും ഈ ഒരു സ്ട്രക്ചറും തമ്മിലുള്ള സബ്ടെറേനിയൻ കണക്ഷൻ ശരിക്കും റിയൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എന്തിനാണ് പണി തീർത്തതെന്നുള്ള കാര്യം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു ഏൻഷ്യന്റ് ആയിട്ടുള്ള എനർജി ജനറേഷൻ ഡിവൈസിന്റെ ഒരു ബാലൻസ് മാത്രമായിരിക്കും നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ എന്റെ ഒരു ഊഹം മാത്രമല്ല പറയുന്നത്. ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സംഭവം പറഞ്ഞുതരാം. അതിൽ ഞാൻ പറയാൻ പോകുന്ന ഡീറ്റെയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും എന്തോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ഏൻഷ്യൻ അഡ്വാൻസ് സിവിലൈസേഷൻ ആയിരുന്നു ഇവര്. പക്ഷെ അവരുടെ ഒരു കപ്പാസിറ്റി എന്താണെന്നോ അവരുടെ ലിമിറ്റ് എന്താണോ അവർക്ക് എന്തൊക്കെയാണോ അന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അതൊന്നും നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ മെയിൻ റീസൺ മിക്കവാറും കാലം തന്നെയായിരിക്കും. അതായത് സമയം മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതും കാർബൺ ഡേറ്റിംഗ് പോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന്റെ പ്രായം കളക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കൈവശം മിസ്റ്റേക്സ് വരാം. ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കാം. എല്ലാം നശിച്ചു പോയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നശിച്ചു പോകാണ്ടിരിക്കില്ല അല്ലെ? അപ്പോ അങ്ങനെ ഒരു സംഭവം അവർ ഈ ഒരു സ്ട്രക്ചറിനകത്ത് കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കാം അവർ ഈ ഒരു സംഭവത്തെ മൂടിക്കളഞ്ഞത്. ചിലപ്പോൾ അതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ ആവാം, ചിലപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അവർ അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്തോ ഒരു സംഭവം കൊണ്ട് അവർ ശരിക്കും ഈ ഒരു സൈറ്റ് കംപ്ലീറ്റ്ലി ബറി ചെയ്ത് കളഞ്ഞു.
എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു മിലിറ്ററി സൈറ്റും കൂടി കൊണ്ടുവച്ചത്. അതായത് ഇപ്പൊ അതൊരു മിലിറ്ററി ക്യാമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സൈറ്റ് എന്താണെന്നോ ഇതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന സീക്രട്സ് എന്താണോ ഇതിന്റെ അകത്ത് ശരിക്കും എന്താണുള്ളത് അതൊന്നും പുറം ലോകത്തിൽ ഇനി ഒരിക്കലും അറിയാൻ പറ്റില്ല. ഈ സീരീസിന്റെ അടുത്ത വീഡിയോയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ടെക്നോളജിനെ പറ്റിയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.